5 വർഷമായിട്ട് ജൈവ സമ്പ്രദായത്തിലുള്ള കൃഷി രീതികളാണ് അവലംബിക്കുന്നത്. വിദേശ നാണ്യം നേടിത്തരുന്ന ഏലം വിദേശത്തുള്ളവർ കഴിക്കുമ്പോൾ അവർക്ക് രോഗമുണ്ടാകാതിരിക്കാൻ വേണ്ടി ജൈവ സമ്പ്രദായത്തിലുള്ള ഉൽപ്പന്നം ഉപയോഗിക്കാൻ കഴിയുന്ന രീതി നമ്മളെക്കൊണ്ട് എത്രമാത്രം പ്രഗത്ഭമായി ചെയ്യാൻ കഴിയും, അതാണ് എൻ്റെ പഠനം. അത് ജനങ്ങളിലെത്തിക്കുക, ഈ വികാരം ജനങ്ങളിലെത്തിക്കുക, നമ്മുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കുക. ജനങ്ങൾ ആരോഗ്യകരമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നടുവരപ്പനെ, തെർപ്സിനെ എല്ലാം കൊള്ളാവുന്നതാണ്. എല്ലാ കീടങ്ങൾക്കും കൊള്ളാവുന്നതാണത്. 15 ദിവസത്തിലൊരിക്കൽ 5 ദിവസം ഒരിക്കൽ അപ്ലൈ ചെയ്താൽ മതിയാകും. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ എത്ര ദിവസം വേണ്ടി വരും? ഒരു 3 മാസം വേണ്ടി വരും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ തൂക്കുപാലത്ത് കേശവൻകുട്ടി ആശാൻ്റെ അടുത്താണ്. ആശാനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, അങ്ങനെ കൃഷി ചെയ്യുക എന്നുള്ളൊരു ചിന്ത രൂഢമൂലമായി മനസ്സിൽ കൊണ്ടു നടക്കുകയും അത് പ്രായോഗികമായിട്ട് തൻ്റെ കൃഷിയിടത്തിൽ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമസ്കാരം. നമസ്കാരം. എത്ര നാളാണ് ഇത്തരത്തിലുള്ള ഒരു ജൈവ കൃഷിയൊക്കെ തുടങ്ങിയിട്ട്? ഇപ്പോൾ ഇതെൻ്റെ 5ാമത്തെ വർഷമാണ്. ഏലം എങ്ങനെ പരിപാലിക്കാൻ പറ്റുമോ? ഏലം തീർച്ചയായിട്ടും പരിപാലിക്കാനായിട്ട് സാധിക്കും. ജൈവ സമ്പ്രദായത്തിലൂടെ ലോകത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവരിൽ നിന്ന് വേണമല്ലോ ഉപഭോക്താക്കൾക്ക് അനുഭവം ഉണ്ടാകണമെങ്കിൽ. അത് ജൈവ സമ്പ്രദായമാണെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് മാത്രമല്ല, ജീവിത സന്ധാരണത്തിൽ നമുക്ക് ഉന്നതങ്ങളിലെത്താൻ, സാമ്പത്തിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ തീർച്ചയായിട്ടും സാധിക്കുന്നുള്ളത് എൻ്റെ ജീവിത അനുഭവമാണ്. ഇതിപ്പോൾ ഏത് തരത്തിലുള്ള ഏലം? ഇത് വൾക്കയാണ്. വൾക്ക ജനുസിൽപ്പെട്ട ഏലച്ചെടിയാണ്. കൂടുതൽ ഈട് കിട്ടാനായിട്ട് ഈ വൾക്കയാണ് ഏറ്റവും നല്ലത്. എന്തോരം സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? ഇപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. എന്തെല്ലാമാണ് അങ്ങയുടെ പരിപാലന രീതികൾ? എൻ്റെ പരിപാലന രീതി എന്ന് പറയുന്നത് ഈ നമ്മൾ ജൈവ മരുന്നുകൾ അടിക്കുമ്പോഴും അതുപോലെ തന്നെ ജൈവ സമ്പ്രദായത്തിലുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ, ഉൽപ്പാദനം വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തന ശൈലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ കവാത്തെന്ന് പറയുന്ന ചെടി വൃത്തിയാക്കി നിർത്തുക. ചെടി വൃത്തിയാക്കി നിർത്തിയതിന് ശേഷം വേണം ഓരോ മരുന്നുകളും അപ്ലൈ ചെയ്യേണ്ടത്. അത് ജൈവ സമ്പ്രദായത്തിലുള്ള മരുന്നുകൾ ധാരാളം ഇന്ന് വിപണിയിൽ കിട്ടാനുണ്ട്. ഈ കൃഷിയുടെ എത്ര പ്രായമുള്ള ഇലച്ചെടികളാണ്? ഇതിപ്പം നട്ട് കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ വർഷമാണ്. 3ാമത്തെ വർഷത്തിലെ ചെടിയാണ് ഈ നിൽക്കുന്നത്. ശരി. ഇടയ്ക്ക് എന്തോ ഈ വേലിയൊക്കെ കാണുന്നുണ്ടല്ലോ, ചെറിയ വേലിയൊക്കെ. വേലി പന്നി വന്ന് മുട്ടി പോകുമ്പോൾ കടന്നു പോകാൻ, ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ. ഇത് മുട്ടി കഴിയുമ്പോഴത്തേക്ക് പന്നി തിരിച്ചു പൊക്കോളൂ. പന്നിയുടെ ശല്യം ഉണ്ടല്ലേ? പന്നി ശല്യമുണ്ട്. പന്നി ശല്യത്തിന് ഒരുപാട് ശല്യമുണ്ട്. ഇവിടെ പന്നി ശല്യം ഇല്ലെങ്കിൽ കൃഷി വിദഗ്ധമായ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം അങ്ങ് വളം തികച്ച ജൈവ രീതിയിലാണെന്ന് പറഞ്ഞല്ലോ, എന്തെല്ലാം വളങ്ങളിടാം? ഞാൻ സാധാരണ ചെയ്യുന്ന എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഗോമൂത്രം, ചാണകം, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അതിന് ശേഷം പിന്നീട് ചെയ്യുന്നത് അടുത്തത് 8 ഇനം പിണ്ണാക്കുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ആ 8 ഇനം പിണ്ണാക്ക് പുളിപ്പിക്കുക. പുളിപ്പിച്ച് കഴിഞ്ഞ് ദോശയുടെ മാവ് പുളിച്ച് വരുന്ന പോലെ പുളിച്ച് വന്നു കഴിയുമ്പോൾ 200 ലിറ്റർ വെള്ളത്തിൽ 20 ലിറ്റർ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം, ഒഴിച്ചു കൊടുക്കാം. അത് ചെയ്യാവുന്ന ഏറ്റവും നല്ലതാണ്. പിന്നീട് ചെയ്യുന്നത് ഗോമൂത്രം, ചാണകം, തൈര്, പാല്, നെയ്യ് ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അത് സ്പ്രേ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് മീൻ വളമാണ്. മീൻ വളത്തിൻ്റെ കൂട്ടത്തിൽ മീൻ ചേർത്തതിൻ്റെ അതിൻ്റെ കൂടി ശർക്കര ചേർത്ത ഒരു കോമ്പിനേഷൻ, അത് സ്പ്രേ ചെയ്യാറുണ്ട്, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത് ഏത് പഞ്ചായത്താണ്? ഇത് പാമ്പാടംപാറ പഞ്ചായത്ത്, കരുണാപുരം വില്ലേജ്. പാമ്പാടംപാറ പഞ്ചായത്ത് അങ്ങയെ നല്ലൊരു മാതൃകാ കർഷകനായിട്ട് ആദരിച്ചിരുന്നു. അപ്പോൾ അങ്ങ് എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള കീടനാശിനി കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. പച്ചില കഷായമാണ്. പച്ചില കഷായം. ആ പച്ചില കഷായം നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ അരിഷ്ടം പോലെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അരിഷ്ടത്തിൻ്റെ മെത്തേഡിൽ, ആയുർവേദത്തിലെ അരിഷ്ടത്തിൻ്റെ സമ്പ്രദായം, ആ അരിഷ്ടം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ കൂടെ എടുത്ത് അരിച്ചിട്ട് അത് 200 വെള്ളത്തിൽ 4 ലിറ്റർ വരെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്യാവുന്നതാണ്. തണ്ടുതുരപ്പൻ ഉണ്ടാവത്തില്ല, അതുപോലെ തന്നെ ത്രിപ്സ് ഉണ്ടാവത്തില്ല, മറ്റ് ശൽക്ക കീടങ്ങളുടെ ഒന്നിൻ്റെയും ഉപദ്രവം ഉണ്ടാവത്തില്ല. പച്ച തന്നെ നിൽക്കുകയും ചെയ്യും, നല്ല ആരോഗ്യകരമായി വളരുകയും ചെയ്യും. ശരി. ഈ വർഷം വേനൽ ഇവിടെ ബാധിച്ചോ? വേനൽ ബാധിച്ചില്ല, പിന്നെ ഇറിഗേറ്റ് ചെയ്തായിരുന്നു. ഇറിഗേഷൻ സൗകര്യം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ശരി. അപ്പോൾ
പിന്നെ കമ്പോസ്റ്റ് പിറ്റ്, ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കിയ കുഴിയാണ്. കമ്പോസ്റ്റ് പിറ്റ്, കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ ഒരു 1/2 കിലോ വെച്ച് ഇട്ട് കൊടുത്താൽ ചെടി നന്നായ രീതിയിൽ വളരും. അപ്പം അങ്ങനെയും കൂടി നമ്മൾ പച്ചിലകളെല്ലാം കൂട്ടി പച്ചിലകളെല്ലാം കൂട്ടി ഒരു കമ്പോസ്റ്റും കൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആ കമ്പോസ്റ്റ് ഏറ്റവും നല്ലതാണ്. ഇവിടെ ഓരോ ക്യാനൊക്കെ ഇരിപ്പുണ്ടല്ലോ, ഇടയ്ക്ക് ഓരോ പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട് കൃഷിയിടത്തിൽ, അതിനകത്തൊക്കെ എന്താ? അത് ജൈവ സമ്പ്രദായത്തിലുള്ള പെസ്റ്റിസൈഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്, വളം കൂട്ടിയതുണ്ട്, എട്ടനും പിണ്ണാക്ക് തങ്ങളിൽ കൂട്ടിച്ചേർത്തതുണ്ട്, ചാണകം, ഗോമൂത്രം, എല്ലുപൊടി ചേർത്ത ഒരു കോമ്പിനേഷൻ ഉണ്ട്. അങ്ങ് കൃഷിയിടത്ത് അങ്ങയുടെ കൃഷി രീതി ആരെങ്കിലും ഒക്കെ പരീക്ഷിക്കുന്നുണ്ടോ? അങ്ങയുടെ ഇവിടെ ഒരു സൊസൈറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ആ സൊസൈറ്റി ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അവരിത് കൃഷി കാര്യങ്ങൾ വന്ന് കാണുകയും മറ്റുള്ള കൃഷിക്കാരിലേക്ക് ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ ജൈവ സമ്പ്രദായത്തിന് അനുസരിച്ചുള്ള വില സർക്കാർ മുഖാന്തരം കിട്ടാൻ ഈ കൃഷിക്കാരെ സഹായിക്കത്തക്ക സാഹചര്യം സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ കൃഷിക്കാരന് നിലനിൽക്കാൻ സാധ്യമാകത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം ഉണ്ടാകാതെ വരും. കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ഇന്ന് ലഭിക്കുന്നില്ല. ഇത് പച്ചില കഷായം ഉണ്ടാക്കി അതിൻ്റെ കോമ്പിനേഷനാണിത്. അതായത് നമ്മൾ ഈ തണ്ടുതുരപ്പന അടിക്കാനുള്ള തണ്ടുതുരപ്പനെ, തെർപ്സിനെ എല്ലാം കൊള്ളാവുന്നതാണ്. എല്ലാ കീടങ്ങൾക്കും കൊള്ളാവുന്നതാണ്. 15 ദിവസത്തിലൊരിക്കൽ 5 ദിവസം ഒരിക്കൽ അപ്ലൈ ചെയ്താൽ മതിയാകും. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ എത്ര ദിവസം വേണ്ടി വരും? ഒരു 3 മാസം വേണ്ടി വരും. ഇത് 1 ലിറ്ററിൽ 1 ലിറ്ററിൽ എത്ര ലിറ്റർ കൂട്ടാൻ പറ്റും? ഇത് 1 ലിറ്ററിനകത്ത് ശരാശരി പറയുകയാണെങ്കിൽ ഒരു 50 ലിറ്റർ വെള്ളത്തിൽ ചേർക്കാവുന്നതാണ്. ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പുറത്ത് ഇരിപ്പുണ്ടല്ലോ വേറൊരു പാത്രം, അതുകൊണ്ട് അത് ഇത് തന്നെയാണ്, കീടനാശിനി തന്നെയാണ്. കീടനാശിനി തന്നെയാണ്, അത് ശരി. അപ്പോൾ ഇത്തരത്തിലൊരു കീടനാശിനി പ്രയോഗം, ഇത് കൂടാതെ ജൈവ രീതിയിലുള്ള വളപ്രയോഗം ഒക്കെയാണെങ്കിൽ ഈ കീടനാശിനിയുടെ ടെക്നിക്ക് പറയില്ലല്ലോ. ടെക്നിക്കൊക്കെ പറയാം, കുഴപ്പമില്ല. ഈ അരിഞ്ഞ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ പുകയിലൂടെ ചേർക്കാവുന്നതാണ്. പുകയില മാലിമുളകും ചേർക്കാം. മാലിമുളക് ചേർത്താൽ കുറെ കൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തെല്ലാം എത്ര ഐറ്റം ഉണ്ടാവും ഇതിനകത്ത്? ഇതിനകത്ത് 10 ഐറ്റം ഇലകളാണിത്. 10 ഐറ്റം ഇലകൾ? 10 ഐറ്റം ഇലകളാണ്. അതിൻ്റെ കൂടെ മാലിമുളക്, മാലിമുളകും പുകയിലയും, വടക്കൻ പുകയില അല്ലെങ്കിൽ ഞെട്ടക്കട്ടൻ പുകയില ചേർക്കാവുന്നതാണ്. ഈ കോമ്പിനേഷൻ കറക്റ്റായി നിൽക്കാനായിട്ട് അതിനകത്ത് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സംയോജനം മാറിപ്പോകത്തില്ല. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ എത്ര രൂപ ചെലവ് വരും നമുക്ക് 1 ലിറ്റർ ഉണ്ടാക്കാൻ? ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇലകളെല്ലാം സംഘടിപ്പിക്കുക എന്ന് പറയുന്നതിലാണ് എൻ്റെ വിഷയം. ഇത് ഈ എല്ലാ മേഖലയിലും സുലഭമായി എല്ലാ സാധനവും കിട്ടുന്നില്ലല്ലോ. അത് നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതിൽ മാത്രമുള്ള പ്രശ്നം. ആളുകൾക്ക് കൊടുക്കാറുണ്ടോ? അത്യാവശ്യം നമ്മുടെ കൃഷിക്കാർക്കൊക്കെ വെറുതെ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ, അവരൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവരോട് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള കർഷകരെ, സംഘത്തിലുള്ള കർഷകരെ, അവർക്കിത് കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ശരി. അപ്പോൾ എന്തായാലും ഈ തൂക്കുപാലത്തേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ളൊരു കർഷകൻ മാത്രമല്ല, അങ്ങ് യോഗയുടെ പ്രചാരകൻ കൂടിയിട്ടാണ്. എന്തെല്ലാം വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? പിന്നെ വാസ്തുശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. വാസ്തുശാസ്ത്രത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഉപോത്ബലമായിട്ടുള്ള ഗുണവശങ്ങൾ ലഭിക്കത്തുള്ളൂ. ശാരീരികം, മാനസികം, ആധ്യാത്മികം, ബുദ്ധിപരം, സാമ്പത്തികം 5 മേഖലയിൽ തുറവത്ത് ഒരാൾ വളരണം. അത് വളരാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് കാര്യമുണ്ടെന്നാണ്. കാര്യവും കാരണവും പരസ്പര പൂരകങ്ങളാണ്. സമ്പത്ത് വളരുന്നില്ല എങ്കിൽ അതിൽ പിന്നിലൊരു രഹസ്യമുണ്ടെന്നാണ്. ഏതിൻ്റെയും പിന്നിലെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ശാസ്ത്രാനുസൃതം, ശാസ്ത്രം ശരിയാണെങ്കിൽ ഗ്രഹണത്തെ പാരുങ്ക, പൊയ്യാണെങ്കിൽ ഗ്രഹണത്തെ പാരുങ്ക, ശാസ്ത്രം ശരി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അത് പഠിച്ചിട്ട് അനുവർത്തിക്കാൻ കഴിയാത്ത ദോഷവശം കൊണ്ടാണ് നമ്മൾ വളരാത്തത്. അപ്പോൾ എന്തായാലും അങ്ങ് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു. എത്ര വയസ്സുണ്ട് ഇപ്പോഴ്? ഇപ്പോൾ 85 വയസ്സുണ്ട്.